നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു പ്രണയകഥയല്ല, പകരം ഒരു വില്ലന്റെ പ്രണയത്തെക്കുറിച്ചാണ്. ഏക് വില്ലൻ. സിനിമ തുടങ്ങുന്നത് തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയോടെയാണ്. ആയിഷ, ഒരുപാട് സ്വപ്നങ്ങളുള്ള, എപ്പോഴും ചിരിച്ചു നടക്കുന്ന ഒരു പാവം പെൺകുട്ടി. അവൾ തന്റെ ഭർത്താവായ ഗുരുവിനെ ഫോണിൽ വിളിച്ച് ഒരു സന്തോഷവാർത്ത പറയാൻ തുടങ്ങുകയാണ്. ഗുരു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, വേഗം വീട്ടിലേക്ക് വരൂ എന്ന് അവൾ പറയുമ്പോൾ അവളുടെ പിന്നിൽ ഒരു നിഴൽ തെളിയുന്നു. മുഖംമൂടി ധരിച്ച ഒരാൾ. അവൻ ക്രൂരമായി ആയിഷയെ ആക്രമിക്കുന്നു. താൻ ഗർഭിണിയാണെന്നും തന്റെ കുഞ്ഞിനെ കൊല്ലരുതെന്നും അവൾ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ആ രാക്ഷസൻ അവളെ ജനലിലൂടെ താഴേക്ക് തള്ളി താഴെ വീഴ്ത്തിക്കൊല്ലുകയാണ്. ഗുരു ഓടിയെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ആ നിമിഷം മുതൽ ഗുരുവിന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലാവുകയാണ്. ഇനി നമുക്കിവരുടെ ഫ്ലാഷ് ബാക്കിലേക്കൊന്നു പോകാം. ഗുരു പഴയൊരു ഗുണ്ടയായിരുന്നു. ഗോവയിലെ അധോലോക നായകൻ, സീസറിന്റെ വലങ്കൈ, ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു ക്രൂരൻ. പക്ഷേ ആയിഷ അവന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ എല്ലാം മാറി. അവൾക്കൊരു ഡയറിയുണ്ടായിരുന്നു. അതിൽ കുറെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും. മഞ്ഞുതുള്ളികൾ തൊടണം, കടലിനടിയിലെ ലോകം കാണണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിനിടയിലാണ് ആയിഷയ്ക്ക് ക്യാൻസറാണെന്ന സത്യം ഗുരു അറിയുന്നത്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ ആ ആഗ്രഹങ്ങളെല്ലാം ഓരോന്നായി നിറവേറ്റിക്കൊടുക്കുന്നു. അവർ വിവാഹിതരായി മുംബൈയിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴാണ് വിധി ഈ കൊലയാളിയുടെ രൂപത്തിൽ വരുന്നത്. പക്ഷേ ആരാണീ കൊലയാളി? നമ്മൾ വിചാരിക്കും ഗുരുവിന്റെ ശത്രുക്കളാരോ ആണെന്ന്. പക്ഷേ അല്ല, അതായിരുന്നു ഈ സിനിമയിലെ ഏറ്റവും വലിയ ഞെട്ടൽ. രാകേഷ്, അതീവ സാധാരണക്കാരനായ ഒരു കുടുംബനാഥൻ. ഓഫീസിൽ ബോസിന്റെ ചീത്തവിളി, വീട്ടിൽ ഭാര്യയുടെ പരിഹാസം, ഇതൊക്കെ കേട്ട് മടുത്ത ഒരു നിസ്സഹായൻ. പക്ഷേ തന്റെ ഈ അപമാനം തീർക്കാൻ അവൻ തിരഞ്ഞെടുക്കുന്നത് നിരപരാധികളായ സ്ത്രീകളെയാണ്. അവരെ കൊല്ലുമ്പോൾ താനൊരു ഹീറോയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. എത്ര ഭീകരമാണല്ലേ അത്! ആയിഷയെ കൊന്നത് രാകേഷാണെന്ന് ഗുരു തിരിച്ചറിയുന്നു. ഗുരുവിനവനെ ഒരൊറ്റ വെടിക്ക് കൊന്നുതീർക്കാമായിരുന്നു. പക്ഷേ ഗുരു അത് ചെയ്യുന്നില്ല. രാകേഷ് അനുഭവിച്ച ഓരോ വേദനയും ആയിഷ അനുഭവിച്ചതിനേക്കാൾ വലുതായിരിക്കണം എന്ന് അവൻ തീരുമാനിക്കുന്നു. അവൻ രാകേഷിനെ അടിച്ചു തകർക്കുന്നു. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്നു. വീണ്ടും വന്നു തല്ലുന്നു. മരണം നിനക്കൊരു ശിക്ഷയല്ല, അതൊരു മോചനമാണ്. അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ കൊല്ലില്ല എന്നാണ് ഗുരു പറയുന്നത്. ക്ലൈമാക്സിൽ രാകേഷ് ഗുരുവിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. തന്നെ കൊല്ലാൻ അവൻ ഗുരുവിനെ വെല്ലുവിളിക്കുന്നു. എന്നാൽ ഗുരു ഒരു കാര്യം മനസ്സിലാക്കുന്നു. പ്രതികാരമെന്നത് ചോരയ്ക്ക് ചോര എന്നതല്ല. ആയിഷയുടെ ഡയറിയിൽ അവൾ എഴുതിയിരുന്നു, ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയില്ല, വെളിച്ചം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന്. രാകേഷ് ഒടുവിൽ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഗുരു ചെയ്യുന്നത് രാകേഷിന്റെ ചെറിയ മകനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആയിഷയുടെ അവസാന ആഗ്രഹമായ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഗുരു നിറവേറ്റുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് വില്ലൻ? സാഹചര്യങ്ങൾ വില്ലനാക്കിയ രാകേഷോ അതോ സ്നേഹം കൊണ്ട് നായകനായ ഗുരുവോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു സിനിമയുമായി വീണ്ടും കാണാം. നന്ദി.